ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സാമ്പത്തികമായും ഭരണപരമായും തകർക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ചില ഗൂഢാലോചനകളും അതോടൊപ്പം ഈ സൊസൈറ്റിയുടെ സിഇഒയെയും ചെയർമാനെയും വധിക്കാൻ 8-അംഗ സംഘത്തിന് കൊട്ടേഷൻ നൽകിയതുമായിരുന്നു ആ സംഭവം. സൊസൈറ്റിയിൽ നിന്ന് നേരത്തെ പുറത്തുപോയ ചില ജീവനക്കാരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് സൂചനകൾ. എങ്ങനെയെങ്കിലും ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഭരണ സംവിധാനം തകർക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായിട്ടാണ് സിഇഒക്കും ചെയർമാനും നേരെ വധഭീഷണിയും കൊട്ടേഷനും ഉണ്ടായെന്നും പറയപ്പെടുന്നു. 8 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഘം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണം നടത്തുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ചില തട്ടിക്കൂട്ട് ഓൺലൈൻ മീഡിയകളും വ്യാജ വാർത്തകളുമായി രംഗത്ത് വന്നിരുന്നു. ഏത് വിധേനയും സൊസൈറ്റി ചെയർമാനായ സോജൻ വി അവിരാജന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ നിയമത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനം നടത്തുന്ന സോജൻ വി അവിരാജൻ നിയമത്തിന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയ കൊച്ചിൻ ന്യൂസ് അപ്ഡേറ്റ് എന്ന ഓൺലൈൻ ചാനലിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഇത് കേസ് ആയെന്ന് അറിഞ്ഞതോടെ ഈ ഫേസ്ബുക്ക് പേജ് ഉടമകളായ ഷാനുവും അഖിലേഷും ഒളിവിൽ പോവുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് വാർഷിക ജനറൽ ബോഡി യോഗം ബാംഗ്ലൂരു സൗത്ത് അവന്യൂ ഗ്രൗണ്ടിൽ നടന്നിരുന്നു. ഈ യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിൽ നിന്നും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 25,000 സഹകാരികളാണ് പങ്കെടുത്തത്. രാജ്യത്തെ ഏറ്റവും വലിയ സഹകാരി സംഗമത്തിനാണ് ICCSL വേദി ഒരുക്കിയത്. കർണാടക സർക്കാരിന്റെ സഹകരണ സംഘങ്ങളുടെ ലീഗൽ സെൽ ജോയിന്റ് രജിസ്ട്രാർ സുരേഷ് ഗൌഡയായിരുന്നു ആ യോഗം അന്ന് ഉദ്ഘാടനം ചെയ്തത്. 2024-25 വർഷങ്ങളിൽ 10 ലക്ഷം സഹകാരികളെന്ന നേട്ടം സൊസൈറ്റിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതായി ചെയർമാൻ ഡോക്ടർ സോജൻ വി അവിരാജൻ പറഞ്ഞത് സദസ്സ് കയ്യടികളോടെയാണ് എതിരേറ്റത്. രാജ്യത്ത് മറ്റൊരു ക്രെഡിറ്റ് സൊസൈറ്റിക്കും ഈ നേട്ടത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. 1500 ഓഫീസ് സ്റ്റാഫുകൾ സൊസൈറ്റിക്കുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ 1800 കോടി രൂപയുടെ പ്രീ മെച്യൂരിറ്റി കൊടുക്കാൻ സൊസൈറ്റിക്ക് സാധിച്ച കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം ദിനംപ്രതി വളർത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയാണ് ICCSL. അതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് കൂടി സൊസൈറ്റി വിപുലീകരിക്കുകയാണ്. അപ്പോഴാണ് സൊസൈറ്റിയെ കരിവാരിത്തേക്കാനും അതുവഴി പണം തട്ടാനും ചിലർ ശ്രമിച്ചു നോക്കിയത്.